ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം, ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന പാഠമാണ് ഇവിടെ പഠിക്കാനിരിക്കുന്നത്. കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ? കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഉപഭോക്താവ് എന്നർത്ഥം. ശരിക്കും സാമ്പത്തിക ശാസ്ത്രം എന്നത് പ്രധാനമായും ഉൽപാദനം, വിതരണം, ഉപഭോഗം, ഈ 3 ടേമുകളെ, പ്രൊഡ്യൂസ്, അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, ഈ 3 ടേമുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഏറ്റവും പ്രധാനമായി സാമ്പത്തിക ശാസ്ത്രം ഫോക്കസ് ചെയ്യാറുള്ളത്. മനസ്സിലായോ? അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ പാഠത്തിൽ അവസാന ഭാഗത്ത് നമ്മൾ MOC ഒക്കെ പറഞ്ഞ സമയത്ത് അത് ഏറ്റവും പ്രധാനമായി ഫോക്കസ് ചെയ്തത് ഉൽപാദനത്തെക്കുറിച്ചായിരുന്നു. പക്ഷെ ഈ പാഠഭാഗം നാം പ്രധാനമായും പഠിക്കുന്നത് ഉപഭോഗത്തെക്കുറിച്ചാണ്. ഉപഭോഗം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തു വാങ്ങുന്നതിനെ കുറിച്ച്. മനസ്സിലായോ? വാങ്ങുന്നതിനെ കുറിച്ചാണ് പ്രധാനമായും ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ പാഠഭാഗത്തിൻ്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ കാണാം. നോക്കൂ, കൺസ്യൂമേഴ്സ് ബൈ ഓർ ഡിമാൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്തിനാണ് ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നത് എന്തിനാണ്? നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ്. നമ്മൾ ഒരു ഫ്രൂട്ട്സ് കടയിൽ പോയി 1 കിലോ ഓറഞ്ച് വാങ്ങുന്നു. എന്തിനു വേണ്ടി വാങ്ങുന്നു? നമ്മുടെ ആവശ്യം നിറവേറ്റാൻ. ഒരു ജ്യൂസ് വാങ്ങുന്നു. എന്തിന്? നമ്മുടെ ഏതെങ്കിലും ഒരു തരത്തിൽ, ഏത് വസ്തുവാണെങ്കിലും വാങ്ങുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണം വാങ്ങുന്നത് വിശപ്പ് മാറ്റുക എന്ന ആവശ്യം നിറവേറ്റാൻ, വെള്ളം വാങ്ങുന്നത് ദാഹമകറ്റുക എന്ന ആവശ്യം നിറവേറ്റാൻ. ഇങ്ങനെ മനുഷ്യരുടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള, അപരിമിതമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ലക്ഷ്യത്തിലാണ് ആളുകൾ വാങ്ങുക അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുക എന്ന പ്രോസസ്സിൽ ഏർപ്പെടുന്നത്. മനസ്സിലായോ? അങ്ങനെ കൺസ്യൂം ചെയ്യുക എന്ന പ്രോസസ്സിൽ ഏർപ്പെടുന്ന വ്യക്തിയെ നമ്മൾ കൺസ്യൂമർ എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? ആരാണ് കൺസ്യൂമർ എന്നതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഉപഭോക്താക്കൾ സാധനങ്ങൾ വാങ്ങുന്നത് എന്തിനാണ്? ഗുഡ്സ് ആർ ബോട്ട് ബൈ കൺസ്യൂമേഴ്സ് ടു റീച്ച് ദ ഹൈയസ്റ്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. സംതൃപ്തിയുടെ അങ്ങേയറ്റമെത്താൻ, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ആളുകൾ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. സാധനങ്ങൾക്ക് ജനങ്ങളുടെ, വ്യക്തികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കാം. മനസ്സിലായോ? അവിടെ നിന്നാണ് നാം രണ്ടാമത്തെ പോയിന്റ് പഠിക്കുന്നത്. വാട്ട് ഈസ് യൂട്ടിലിറ്റി? മനസ്സിലായോ? എന്താണ് കൺസംഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നതിനെയാണ് കൺസംഷൻ എന്ന് പറയുന്നത്. ആ വാങ്ങുന്ന വ്യക്തിയെ നമ്മൾ എന്ത് പറയും? കൺസ്യൂമർ എന്ന് പറയും. മനസ്സിലായോ? നമ്മൾ കൺസ്യൂമർ എന്ന് പറയും. അപ്പോ നമ്മൾ പറഞ്ഞു, സിൻസ് വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, ഹി ഓർ ഷീ ഹാസ് ടു മേക്ക് എ ചോയ്സ്. പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണ്. ശ്രദ്ധിക്കണം. നമ്മൾ യൂട്ടിലിറ്റി എന്ന പോയിന്റിലേക്ക് വരാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. ബണ്ടിൽ എന്നാൽ എന്ത് എന്ന് പഠിക്കണം. എന്താണ് പഠിക്കേണ്ടത്? ബണ്ടിൽ എന്നാൽ എന്ത്. അത് കഴിഞ്ഞ് നമുക്ക് യൂട്ടിലിറ്റി എന്നാൽ എന്ത്. ആദ്യം നമ്മൾ കൺസംഷൻ എന്നാൽ എന്ത്. ഈ 3 പദങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കണം. എന്തൊക്കെ? കൺസംഷൻ എന്നാൽ എന്ത്, ബണ്ടിൽ എന്നാൽ എന്ത്, യൂട്ടിലിറ്റി എന്നാൽ എന്ത്. ഈ 3 പദങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. ആദ്യം എന്താണ് കൺസംഷൻ എന്ന് പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ബണ്ടിൽ എന്നാൽ എന്ത്? നമ്മൾ പറഞ്ഞു, നമുക്ക് അനവധി ആവശ്യങ്ങളുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണ്. നമ്മുടെ ആവശ്യങ്ങൾ ജസ്റ്റ് ഒരു നോട്ട് എടുത്ത് എഴുതി വെച്ചാൽ എത്രയോ ആവശ്യങ്ങൾ. നമുക്ക് വേണ്ട വസ്തുക്കൾ, കാറ്, ബൈക്ക്, മൊബൈൽ ഫോൺ, വീട്, സ്ഥലം, ഇങ്ങനെ എണ്ണമറ്റ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ നമുക്കുണ്ട് എന്ന് പറയാം. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ സാധാരണ നമ്മുടെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണ്. പക്ഷെ എല്ലാ ആവശ്യങ്ങളുള്ള വസ്തുക്കളും വാങ്ങാൻ പറ്റുമോ?
പക്ഷെ വാങ്ങുന്നതിന് ചില ഘട്ടങ്ങളിൽ പരിമിതിയുണ്ട്. അങ്ങനെ ഇരിക്കെ തന്നെ നമ്മൾ പഠനത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി ശ്രദ്ധിക്കണം, പഠനത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഇവിടെ വാങ്ങുന്ന വസ്തുക്കളെ 2 വസ്തുക്കൾ എന്ന് പറഞ്ഞ് ചുരുക്കുന്നു. മനസ്സിലായോ? അഥവാ അനവധി ആവശ്യങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട് എങ്കിൽ പോലും ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് 2 വസ്തുക്കൾ മാത്രമാണ് എന്ന് ഉദാഹരണത്തിന് വേണ്ടി, പഠന സൗകര്യത്തിന് വേണ്ടി 2 വസ്തുക്കൾ മാത്രമായി ചുരുക്കുന്നു. മനസ്സിലായോ? ബട്ട് ഫോർ ഈസ് ഓഫ് അനലൈസിസ് ലെറ്റ് us assume that there are only 2 goods. ഇവിടെ 2 വസ്തുക്കൾ മാത്രമാണ് നമുക്ക് വാങ്ങാനുള്ളത് എന്ന് സങ്കല്പിക്കുക. എങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? എങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഒന്നാമത്തെ വസ്തു ആപ്പിൾ ആണ് എന്ന് കരുതുക, രണ്ടാമത്തെ വസ്തു ഓറഞ്ച് ആണ് എന്ന് കരുതുക. എന്തൊക്കെയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്? ആപ്പിളും ഓറഞ്ചും. അപ്പോൾ ഒന്നാമത്തെ വസ്തുവിനെ നമുക്ക് x1 എന്ന് വിളിക്കാം. ഇവിടെ x1 ഏതാണ്? ആപ്പിൾ ആണ്. മനസ്സിലായോ? നമ്മൾ ഇനി പഠിക്കുന്നിടത്തൊക്കെ x1 എന്ന് പറഞ്ഞാൽ സാധനം 1, x2 എന്ന് പറഞ്ഞാലോ സാധനം 2. മനസ്സിലായോ? അപ്പോൾ x1 x2 എന്ന് പറഞ്ഞാൽ ഒരു ബണ്ടിലാണ്. അപ്പോൾ നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വസ്തുക്കളുടെ കൂട്ടം. വാട്ട് ഈസ് ബണ്ടിൽ എന്ന് ചോദിച്ചാൽ എന്താണ്? ഒരു ഉപഭോക്താവ് വാങ്ങാൻ കഴിയുന്ന ഏതെങ്കിലും 2 സാധനങ്ങളുടെ അളവുകളുടെ കൂട്ടത്തെ. നോക്കൂ, എന്താണ്? എനി കോമ്പിനേഷൻ ഓഫ് ദ എമൗണ്ട് ഓഫ് 2 ഗുഡ്സ്. ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താണ് ബണ്ടിൽ? എനി കോമ്പിനേഷൻ ഓഫ് ദ എമൗണ്ട് ഓഫ് 2 ഗുഡ്സ് ഈസ് കോൾഡ് എ കൺസംപ്ഷൻ ബണ്ടിൽ. ഒരു ഉപഭോക്താവ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന 2 സാധനങ്ങളുടെ അളവുകളുടെ കൂട്ടത്തെ, സംയോഗത്തെ ഉപഭോഗ ബണ്ടിൽ എന്ന് പറയുന്നു. മനസ്സിലായോ? അപ്പൊ എന്താണ് ബണ്ടിൽ? ഒരു വ്യക്തി വാങ്ങാൻ ആഗ്രഹിക്കുന്ന 2 വസ്തുക്കളുടെ കൂട്ടം. ഇപ്പൊ നോക്കൂ, ഇവിടെ x1 x2 2 വസ്തുക്കളാണ്. x1 എന്ന് പറഞ്ഞാൽ എന്താകാം? ഇപ്പൊ നമ്മൾ പറഞ്ഞ ഉദാഹരണം അനുസരിച്ച് ആപ്പിൾ. x2 എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഓറഞ്ച്. മനസ്സിലായോ? അപ്പോൾ ഇതൊരു ബണ്ടിലാണ്. നമ്മുടെ അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് നോക്കിയേ. എക്സാമ്പിൾ ബണ്ടിൽ 5, 10. കണ്ടോ? അപ്പോ ഒരു ബണ്ടിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്ന് കരുതുക, 5, 10. ബണ്ടിൽ എഴുതിയിട്ടുണ്ടാവുക ഈ രൂപത്തിലായിരിക്കും, 5, 10. ഇവിടെ ഈ 5, 10 എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നോക്കൂ, 5 യൂണിറ്റ്സ് ഓഫ് ഗുഡ് 1. ഒന്നാമത്തെ സാധനത്തിന്റെ 5 യൂണിറ്റ്, ഒന്നിരിക്കും 5 കിലോ ആകാം. അപ്പൊ ആപ്പിളിന്റെ 5 കിലോ. ഇനി 10 എന്ന് പറഞ്ഞാൽ എന്താ? ഓറഞ്ചിന്റെ 10 കിലോ. ഇതൊരു ബണ്ടിലാണ്. ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വസ്തുക്കളുടെ ബണ്ടിൽ നോക്കൂ, 5 കിലോ ആപ്പിളും 10 കിലോ ഓറഞ്ചും. ഇനി വേറൊരു ബണ്ടിൽ ഞാൻ ഇവിടെ എഴുതി എന്ന് കരുതുക. എങ്ങനെ എഴുതി? 7, 6 എന്ന് എഴുതി എന്ന് കരുതുക. മീൻസ് അതിന്റെ അർത്ഥം എന്താ? 7 കിലോ ആപ്പിളും 6 കിലോ ഓറഞ്ചും. ഇതൊരു ബണ്ടിലാണ്. അപ്പൊ എന്താ? ഒരു ഉപഭോക്താവ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന 2 വസ്തുക്കളുടെ, ഇവിടെ 2 എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു അനവധി ആവശ്യങ്ങളും വസ്തുക്കളൊക്കെ ഉണ്ട്. നമ്മൾ പഠന സൗകര്യത്തിന് വേണ്ടി 2 എന്ന് കരുതുന്നു. എന്നിട്ട് വാട്ട് ഈസ് ബണ്ടിൽ എന്നതിൻ്റെ ഉത്തരാണ് നമ്മൾ പറയുന്നത്. ഒരു ഉപഭോക്താവിന് വാങ്ങാൻ കഴിയുന്ന ഏതെങ്കിലും 2 സാധനങ്ങളുടെ അളവുകളുടെ കൂട്ടത്തെ. ഇതാണ് അളവുകളുടെ കൂട്ടാണ്. ഈ 7 എന്നത് ഒരളവാണ്. 7 കിലോ ആകാം. ഇനി വലിയ ബിസിനസ് ആണെങ്കിൽ 7 കിൻഡലാകാം. മനസ്സിലായോ? 6 എന്നത് മറ്റൊരളവാണ്. അങ്ങനെ 2 വസ്തുക്കളുടെ അളവുകളെ ഉപഭോഗ ബണ്ടിൽ എന്ന് പറയും. സാധാരണ ബണ്ടിലുകളെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ഫോർമാറ്റിലാണ്. മനസ്സിലായോ? x1 x2 എന്ന ഫോർമാറ്റിലാണ് അത് സൂചിപ്പിക്കാറുള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ബണ്ടിൽ എന്താണ് എന്ന് പഠിച്ചു. ആദ്യം എന്താണ് പഠിച്ചത്? ആദ്യം നമ്മൾ കൺസംപ്ഷൻ എന്നാൽ എന്ത് എന്ന് പഠിച്ചു. കൺസംപ്ഷൻ ചെയ്യുന്ന വ്യക്തിയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. ശേഷം ബണ്ടിൽ എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. ക്ലിയർ ആണോ?
ഇനി മൂന്നാമത്തെ ടേമിലേക്ക് നമ്മൾ കടക്കുന്നു. എന്താണ് മൂന്നാമത്തെ ടേം? യൂട്ടിലിറ്റി എന്നാൽ എന്ത്? ഉപയുക്തത എന്നാണ് ഇതിന്റെ മലയാളം. എന്താ ഉപയുക്തത? എന്താണ് ഉപയുക്തത എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിക്കണം. ഉപയുക്തത എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവിനെ നോക്കൂ. ദ എബിലിറ്റി ഓഫ് കമോഡിറ്റി ഓർ സർവീസ് ടു സാറ്റിസ്ഫൈ കൺസ്യൂമർ വാണ്ട്സ്. കൃത്യമായി മനസ്സിലാക്കണം. ഒരു വസ്തുവിന് ആളുകളുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഓരോ വസ്തുക്കൾക്കും ആളുകളുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവുണ്ട്. ഉദാഹരണത്തിന് നല്ല വേനൽക്കാലം, ശക്തമായ ചുട്ടുപൊള്ളുന്ന വെയിൽ, നട്ടുച്ച നേരം, നമ്മളാണെങ്കിൽ നല്ല പരിക്ഷീണിതരാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ നല്ല ഒരു തണുത്ത ജ്യൂസ് കുടിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു ആത്മനിർവൃതിയുണ്ട്, ഒരു സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. ഈ ആനന്ദം ആരാണ് തന്നത്? ദ ജ്യൂസ് അല്ലേ? അപ്പോൾ നമ്മുടെ ആവശ്യമായിരുന്നു നല്ല തണുത്ത ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനന്ദം ഉദ്ദേശിച്ചുകൊണ്ട് ജ്യൂസ് കുടിക്കുക എന്നത് നമ്മുടെ ആവശ്യമായിരുന്നു. ആ ആവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ ഈ ജ്യൂസിന് കഴിവുള്ളത് കൊണ്ടല്ലേ അത് കുടിച്ചപ്പോൾ നമുക്ക് ആനന്ദം കിട്ടിയത്? മനസ്സിലായോ? അപ്പോൾ എന്താണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ? ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങളെ ടു സാറ്റിസ്ഫൈ കൺസ്യൂമർ വാണ്ട്സ്, ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ആരുടെ കഴിവ്? വസ്തുവിൻ്റെ കഴിവിനെ യൂട്ടിലിറ്റി എന്ന് പറയും. അപ്പോൾ മാംഗോയുടെ യൂട്ടിലിറ്റി, ആപ്പിളിൻ്റെ യൂട്ടിലിറ്റി, ഓറഞ്ചിൻ്റെ യൂട്ടിലിറ്റി, ജ്യൂസിൻ്റെ യൂട്ടിലിറ്റി എന്നിങ്ങനെ വസ്തുക്കളുടെ ഉപയുക്തതയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പാഠം തന്നെ എന്തിനെ കുറിച്ചാണ്? ഉപഭോക്താവിൻ്റെ പെരുമാറ്റ സിദ്ധാന്തമാണ്. ഉൽപാദനത്തെക്കുറിച്ചല്ല, വിതരണത്തെക്കുറിച്ചല്ല. എന്തിനെ കുറിച്ചാ? ഉപഭോക്താവിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായോ? ഉപഭോക്താവിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഉപഭോക്താവിൻ്റെ പെരുമാറ്റം പറയുമ്പോൾ ഉപയുക്തത നമ്മൾ പഠിക്കണം. യൂട്ടിലിറ്റി. വാട്ട് ഈസ് യൂട്ടിലിറ്റി? യൂട്ടിലിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് ആരുടെ കഴിവാണ്? ആ ഒരു വസ്തുവിൻ്റെ, കൊമോഡിറ്റിയുടെ കഴിവ്. എന്തിനുള്ള കഴിവ്? ടു സാറ്റിസ്ഫൈ ദ കൺസ്യൂമർ വാണ്ട്സ്, ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള സാധനത്തിൻ്റെയോ സേവനങ്ങളുടെയോ കഴിവ്. സേവനങ്ങളുടെ കഴിവാകാം. ഒരാൾക്ക് ഒരു വിഷയം പഠിക്കണം എന്നുണ്ട്, പഠിക്കുക എന്ന ലക്ഷ്യത്തിൽ ഒരു ക്ലാസ് കേൾക്കുന്നു. അധ്യാപകൻ ചെയ്യുന്നത് സേവനമാണ്, പഠിപ്പിക്കുക എന്ന ഒരു സേവനം. ആ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ ആ വിഷയം ക്ലിയർ ആകുന്നു. ക്ലിയർ ആവുക എന്നതാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി. മനസ്സിലായോ? ആ ക്ലാസിന്റെ യൂട്ടിലിറ്റി എന്താ? അദ്ദേഹത്തിന്റെ ആവശ്യം പഠിപ്പിച്ചു കൊടുത്തു എന്നതാണ്. യൂട്ടിലിറ്റി എന്നത് കുറഞ്ഞു വരുന്ന ഒരു പ്രോസസ്സാണ്. നോക്കൂ, ഒരു ഉദാഹരണം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല വേനൽക്കാലം, നട്ടുച്ച സമയം, നമ്മളാണെങ്കിൽ നല്ല ജോലിയെടുത്ത് ക്ഷീണിച്ച സമയം, ആ സമയത്ത് ഒരു ഗ്ലാസ് ജ്യൂസ് നമ്മൾ കുടിക്കുന്നു. അപ്പോൾ കിട്ടുന്നൊരു ആനന്ദം, ആ ആനന്ദം ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? അത് കുടിച്ച ഉടനെ വീണ്ടും ഒരു ഗ്ലാസ് ജ്യൂസ് നമുക്ക് തരുന്നു എന്ന് കരുതുക. അപ്പോൾ കിട്ടുന്ന സന്തോഷം നേരത്തെ കിട്ടിയ സന്തോഷത്തെക്കാൾ കുറച്ച് കുറവായിരിക്കും. മനസ്സിലായോ? ഇനി അതും കുടിച്ചു കഴിയുമ്പോൾ മൂന്നാമത് വീണ്ടും ഒരു ഗ്ലാസ് ജ്യൂസ് തന്നെ, അതേ സെയിം ജ്യൂസ് തന്നെ തരുന്നു എന്ന് കരുതുക. അപ്പോൾ കിട്ടുന്ന യൂട്ടിലിറ്റി ഒന്നുകൂടി കുറവായിരിക്കും. ക്ലിയർ ആണോ? വീണ്ടും ഒരു നാലാമത്തെ ഗ്ലാസ് കൂടി തന്നാലോ ഒരു പക്ഷെ തീരെ യൂട്ടിലിറ്റി ഉണ്ടാവൂല. സോ വി മേ സേ ഐ ഡോണ്ട് വാണ്ട്, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞേക്കാം. അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് ഇനി അതിൽ നിന്ന് യൂട്ടിലിറ്റി കിട്ടാനില്ല എന്നാണ്. എൻ്റെ ആവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ ഇനി ആ വസ്തുവിന് കഴിവില്ല എന്നാണ്.
യൂട്ടിലിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഉപയോഗിക്കുന്നതിനനുസരിച്ച്. മനസ്സിലായോ? അപ്പോൾ എന്താണ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു? യൂട്ടിലിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പറഞ്ഞത്, നമ്മളത് വിശദീകരിക്കും വഴിയെ. യൂട്ടിലിറ്റി എന്നത് ഇറ്റ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓഫ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ഓർ ഇമോഷൻസ് ഓഫ് കൺസ്യൂമർ. കൺസ്യൂമറിന്റെ വികാരത്തെ, അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയൊക്കെ ബാധിച്ചിരിക്കും. ഒരു പക്ഷേ നല്ല വേനൽക്കാലമൊക്കെ ശരിയാണ്, പക്ഷെ കുടിക്കാനുള്ളൊരു മൂഡില്ല എന്നൊക്കെ പറയും. ആ സമയത്ത് ജ്യൂസ് കുടിക്കാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. വല്ലാത്ത ടെൻഷനിൽ നിൽക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ ഉപഭോക്താവിൻ്റെ മെൻ്റൽ സ്ഥിതി അതുകൂടി ഇവിടെ പ്രധാനമാണ്. അതേപോലെ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ക്യാൻ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് യൂട്ടിലിറ്റി ഫ്രം ദ, ചിലപ്പോൾ ഒരേ വസ്തുവിൽ നിന്ന് വ്യത്യസ്ത വ്യക്തികൾക്ക് വ്യത്യസ്ത യൂട്ടിലിറ്റി കിട്ടിയെന്ന് വരാം. ഒരു വ്യക്തിക്ക് ജ്യൂസ് തീരെ ഇഷ്ടമല്ല. തൊട്ടപ്പുറത്തുള്ള രണ്ട് കൂട്ടുകാർ ഒരുമിച്ച് വരുന്നു, ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ജ്യൂസ്. രണ്ടുപേർക്കും ഓരോ യൂട്ടിലിറ്റി ആയിരിക്കുമോ ഉണ്ടാവുക? അല്ല. യൂട്ടിലിറ്റി എന്നത് വ്യക്തികളനുസരിച്ച് മാറി വരും. മനസ്സിലായോ? ഒരു ചിക്കൻ ബിരിയാണി ചിക്കൻ എന്നത് തീരെ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി, അത് വല്ലാത്ത ഇഷ്ടപ്പെടുന്ന മറ്റൊരു വ്യക്തി, രണ്ടുപേർക്കും ലഭിക്കുന്ന യൂട്ടിലിറ്റി തികച്ചും വ്യത്യസ്തമായിരിക്കും. മനസ്സിലായോ? അതാണ് അടുത്ത പോയിന്റ്. ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ്, വ്യത്യസ്ത വ്യക്തികൾക്ക് യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് പറയേണ്ട പ്രധാനപ്പെട്ട 3-4 പോയിന്റുകൾ ഇവിടെ പറഞ്ഞു. നോക്കൂ, ഒന്ന് പറഞ്ഞു യൂട്ടിലിറ്റി എന്നത് അത് ഇറ്റ് മെയിൻലി ഡിപ്പെൻഡ്സ് മെന്റൽ ആറ്റിറ്റ്യൂഡ്. മനസ്സിലായോ? ആളുകളുടെ മെന്റൽ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് മാറി വരും. അതേപോലെ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റാണ് വ്യക്തികളുടെ താല്പര്യം ഇതിൽ പ്രധാനമാണ്. മനസ്സിലായോ? വ്യക്തികളുടെ വ്യത്യസ്ത ആളുകൾക്ക് ഒരേ അതേപോലെ അവിടെ ഒരു ഉദാഹരണം നോക്കൂ. ഫോർ എക്സാമ്പിൾ, someone likes ice cream will get much high utility from ice cream than someone who is not so fond of ice cream. ഐസ്ക്രീം ഇഷ്ടപ്പെടുന്ന വ്യക്തിയും ഐസ്ക്രീം ഇഷ്ടപ്പെടാത്ത വ്യക്തിക്കും ലഭിക്കുന്ന എന്താണ് യൂട്ടിലിറ്റി വ്യത്യാസപ്പെട്ടിരിക്കുമെന്നതാണ് ഒരു കാര്യം. ക്ലിയർ ആണോ? അപ്പോൾ ഇനി എന്താണ് യൂട്ടിലിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പറഞ്ഞത്. അതേപോലെ ഒരു എയർ കണ്ടീഷണർ, അവിടെ കൊടുത്ത മറ്റൊരു ഉദാഹരണം നോക്കൂ. യൂട്ടിലിറ്റി എന്നത് യൂട്ടിലിറ്റി ദാറ്റ് വൺ ഇൻഡിവിജ്വൽ ഗെറ്റ്സ് ഫ്രം കമോഡിറ്റി ക്യാൻ ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ പ്ലേസ് ആൻഡ് ടൈം. സ്ഥലവും കാലവും മാറുന്നതനുസരിച്ച് യൂട്ടിലിറ്റി മാറും. AC, എയർ കണ്ടീഷണർ, AC ഉപയോഗിക്കുമ്പോൾ തണുപ്പ് കാലത്ത് AC-യിൽ നിന്ന് കിട്ടുന്ന അതേ യൂട്ടിലിറ്റി ആയിരിക്കൂല ചൂടുകാലത്ത് നമുക്ക് ലഭിക്കുന്നത്. സമയമനുസരിച്ച് യൂട്ടിലിറ്റി വസ്തുക്കളിൽ നിന്ന് മാറാം. നമ്മൾ നേരത്തെ പറഞ്ഞ ജ്യൂസ് തന്നെ വേനൽക്കാലത്ത് ലഭിക്കുന്ന യൂട്ടിലിറ്റിയും നല്ല മഴക്കാലത്ത് ലഭിക്കുന്ന യൂട്ടിലിറ്റിയും വ്യത്യാസം ഉണ്ടാവും. അതേപോലെ സ്ഥലവും, കാശ്മീരിലെ നല്ല തണുപ്പൻ കാലാവസ്ഥയും കേരളത്തിലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ നല്ല ചൂടു കാലാവസ്ഥയിലും കുടിക്കുന്ന തണുപ്പ് ഉള്ള ഒരു ജ്യൂസ് നൽകുന്ന യൂട്ടിലിറ്റിയിൽ വ്യത്യാസമുണ്ടാകും. സ്ഥലമനുസരിച്ച് കാലമനുസരിച്ച് യൂട്ടിലിറ്റി മാറാം, വ്യക്തികൾക്കനുസരിച്ച് യൂട്ടിലിറ്റി മാറാം, ആ വ്യക്തിയുടെ തന്നെ മെന്റൽ സ്ഥിതി അനുസരിച്ച് യൂട്ടിലിറ്റി മാറാം. കണ്ടോ? മനസ്സിലായോ? അപ്പൊ യൂട്ടിലിറ്റി എപ്പോഴൊക്കെ മാറി വരും എന്നതാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഇനി യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 2 തിയറികൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട 2 തിയറികൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്, കണ്ടോ? കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. യൂട്ടിലിറ്റിയെ അളക്കുന്നതുമായി ബന്ധപ്പെട്ട് 2 തിയറികൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ നിലനിൽക്കുന്നുണ്ട്. യൂട്ടിലിറ്റിയെ അളക്കുന്നതുമായി ബന്ധപ്പെട്ട് 2 തിയറികൾ സാമ്പത്തിക ശാസ്ത്രത്തിലുണ്ട്. ഏതൊക്കെയാണ് ആ 2 തിയറികൾ? ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്, 2 ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. മനസ്സിലായോ? കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്, മറ്റൊന്ന് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ക്ലിയർ ആണോ? എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്, എന്താണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് നമുക്ക്
വിശദമായി പഠിക്കാം.